അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് മണ്ണാർക്കാടാണുള്ളത്. നമ്മുടെ 4 സ്കൂൾ കുട്ടികളുണ്ടായില്ല 3-4 മാസം മുന്നേ ദൂരപടത്തിൽ മരണപ്പെടുക. അപ്പോൾ നമ്മുടെ അതിൽ റിദ ഫാത്തിമ പറഞ്ഞ മോളെ വീടിൻ്റെ കുറ്റടിക്കലായിരുന്നു. മറ്റൊരു മരണപ്പെട്ടൊരു കുട്ടീൻ്റെ വീടിൻ്റെ വർക്ക് ഞങ്ങൾ അത് പാതി പണിയുന്നുള്ളൂ. അത് ഫുള്ള് ഞങ്ങളെല്ലാവരും കൂടി പൂർത്തീകരിച്ചു. രണ്ടാമത്തെ കുട്ടി റിദ ഫാത്തിമ എന്ന മരണപ്പെട്ട മോളെ വീടിൻ്റെ കുറ്റടിക്കലായിരുന്നു. ഇവിടെ നിന്ന് അതിലേക്ക് ഞങ്ങൾ സഹായിക്കുന്നത് ഓടമല അദ്വൈജുണ്ട്, പെരിന്തൽമണ്ണുള്ള അദ്വൈജിൻ്റെ മോനാണിത്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ച് ഇപ്പോൾ ഈ ചെയ്യുന്ന പുണ്യപ്രവർത്തിയിലൊക്കെ പങ്കാളിയാകുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്താ തോന്നുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, അങ്ങനെ ഒരു ഉപ്പാക്ക് ഞാൻ ജനിച്ചതിൽ അഭിമാനിക്കുന്നുണ്ട്, അള്ളാഹിനോട് സ്തുതിക്കുന്നു. ഒന്നും ഓർക്കുക, നമ്മളൊക്കെ ഓരോ രക്ഷിതാക്കും ഓർക്കുക. ആ മോൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ഉപ്പ ചെയ്യുന്ന പുണ്യപ്രവർത്തിയിൽ ഞാൻ അഭിമാനം കൊള്ളുക. ഇങ്ങനെ എനിക്ക് ആ ഉപ്പാക്ക് ഞാനൊരു മോനായിട്ട് ജനിച്ചതിൽ അഭിമാനമാണ് എനിക്ക്, അന്തസ്സാണെന്നുള്ളത്. ഇപ്പോൾ ഈ മോനെ തന്ന് ആ വീട് വർക്കിൽ കുറ്റടിക്കൽ വന്നതാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറേ സമ്പാദിച്ച് കൂട്ടി സമ്പാദ്യങ്ങൾ കൊടുത്ത് ഓരോ ആവശ്യങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഗോഡമല അദ്വൈജി കാണിക്കുന്ന ഈ മാതൃക മറ്റുള്ളവരെ സഹായിക്കാനും ആ ഉപ്പ പ്രവാസ ലോകത്ത് നിന്ന് അദ്ദേഹം അധ്വാനിക്കുന്നതിൽ നല്ലൊരു പങ്കും കൊടുക്കുമ്പോൾ ആ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നത് മകനും കൂടി അറിയണം, അവൻ്റെ മനസ്സും കൂടി ആ വഴിക്ക് വരണം. അത് വന്നു എന്നാ മുക്തി പറഞ്ഞത് അഭിമാനമാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ ഉപ്പാക്ക് ഞാൻ ജനിച്ചതിലെന്ന് പറഞ്ഞു. നിങ്ങൾ ദുആ ചെയ്യണം ഈ കുഞ്ഞുമോനൊക്കെ. അള്ളാഹ് ആയുസ്സും ആരോഗ്യം സമ്പത്തും കൊടുക്കട്ടെ. ആ വാപ്പാക്ക് ഉന്നത ഫിറ്റ്നസിലും ആരോഗ്യത്തിലും ഇരു ലോകത്ത് കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഏതായാലും ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അള്ളാഹ്. ഈ വീട് വർക്ക് ഇപ്പോൾ കൂടിയിരുന്ന് ഇൻഷാ അള്ളാഹ് ഞങ്ങൾ നോമ്പ് 29 ഇന്ന് നല്ലൊരു ദിവസം തന്നെ. രണ്ട് കുട്ടികളെ ആഗ്രഹം സ്വന്തമല്ല, ഇവരെ 2 കുട്ടികളെ ഉപ്പാരും ഉമ്മാരും ഞങ്ങൾക്ക് ഉംറയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതിന് ഒരുപാട് നല്ല മനുഷ്യത്തിനുള്ള സഹായത്ത് അൽഹിന്ദ് ട്രാവൽസ് സജീർ സാഹിബ്, എടപ്പയിൽ അൻവർ സാഹിബ്, കരുനാഗപ്പള്ളിയുള്ള അൻസാരിക്ക, പിന്നെ അങ്ങനെ 3-4 ആളെ സഹായത്താലാണ് അൽഹംദുലില്ലാ പിന്നെ അവിടെ എത്തിച്ചാൻ കഴിഞ്ഞത്. ഞാൻ ഉംറ നിർവഹിച്ചു. ഒരാളെ ഞാൻ അൻസാരിക്ക, ഞങ്ങളെ കൂടെ പറഞ്ഞ അൻസാർ ബഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ പ്രമാണിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോയി ഉംറക്ക്. എല്ലാ 4 മക്കളും ഇന്ന് മരണപ്പെട്ടു പോയെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ അള്ളാൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കാരം. പിന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ കൂടെ അള്ള സാധിച്ചു കൊടുക്കുന്ന 2 കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രത്യേകിച്ച് മറ്റു കുട്ടികളെ അൽഹംദുലില്ലാ റാഹത്താണ് അവരുടെ കുടുംബത്തിന് ഇൻഷാ അള്ളാഹ്. ദുആയിൽ ഉൾപ്പെടുത്തുക. അദ്വൈജിക്ക് നമ്മുടെ കുറ്റൂർ അബ്ദുറഹ്മാൻ മനുഷ്യസ്നേഹി പരിയാസത്തേക്കിൻ്റെ അദ്ദേഹത്തെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ റിദ ഫാത്തിമ മോളെ വീട് വർക്കിന് അദ്ദേഹം വലിയ സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏട്ടൻ അലീമൊയ്തീൻ റിവാറ വാട്ടർ ഗ്രൂപ്പിൻ്റെ അദ്ദേഹമുണ്ട്. അങ്ങനെ സേവ് മണ്ണാർക്കാട് ഞങ്ങൾ ഫിറോസ്കിൻ ടീമുണ്ട്. എല്ലാവരും സഹായങ്ങളുണ്ട്. ഞങ്ങൾ അദ്ദുപ്പാക്കാനെ മറക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യുമ്പോൾ അതിന് ഓടിപ്പോരും. വേങ്ങരന്നാണ് അദ്ദേഹം ഓടിപ്പോരുന്നത്. ഇപ്പോൾ ഒരു 30ഓളം കുടുംബങ്ങൾക്ക് അദ്ദേഹം വീട് വെക്കാൻ സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും അതിനൊക്കെ മോനോ എന്താ ഞാൻ തരേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മളെ പാങ്ങ് ഷെയ്ഖ് സായി നഗറിൽ 2 കുഞ്ഞു കുട്ടികൾ 2.5 വയസ്സും 7 വയസ്സായ കഴിഞ്ഞ കുട്ടികളുണ്ട്. ആ കുട്ടികളെ വീട് ഷീറ്റിട്ട ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് അതുപോലെ ജനാലും കാര്യങ്ങളും മുഴുവൻ ഞാൻ അങ്ങനെ സഹായിക്കുന്നു. ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നത്. ഇവർക്കൊക്കെ അള്ള സമ്പാദ്യം കൊടുക്കണ്ടേ. അപ്പോഴാണ് അള്ള ഈ ദുരന്തങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാൻ്റെ മുതലാന്നുള്ള ഓർമ്മയിൽ അത് പാവങ്ങൾക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 2 ആൾക്കാരാണ് സ്ഥലം ഇന്ന് കരിമ്പ് അബ്ദുറഹ്മാനാജി പറഞ്ഞാൽ 3 സെൻറ്റും തെച്ചമ്പാറ മെമ്പർ മണിക്കാരനാൾ 2 സെൻറ്റും അങ്ങനെ എല്ലാവരും കൂടി ആടിക്കൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഞങ്ങൾ ദുആയിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികളുടെ സ്നേഹത്തോടെ നാസർമാൻ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ഇൻഷാ അള്ളാഹ്.